കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു കേട്ടോ. ഒരു കുട്ടി വളരെ ആത്മാർത്ഥമായി മനസ്സിൽ നിന്നുകൊണ്ട് ആ കുട്ടിയുടെ വിഷമം പറയാണ്. ആ കുട്ടിയെ എല്ലാവരും താരതമ്യം ചെയ്യാണ്. കാരണം ആ കുട്ടിക്ക് കഴിവില്ല, നിറമില്ല, അല്ലെങ്കിൽ ഭയങ്കര തടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പല പല കാരണങ്ങൾ കൊണ്ട് ആ കുട്ടിയുടെ ഇൻലോസ് ആ കുട്ടിയെ ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യാണ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ കണ്ടു. എനിക്കപ്പോൾ തോന്നിയ ഒരു ചെറിയ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മൾ നോർമലി കാണാറുള്ള ഒരു കാര്യമാണ് ഈ കമ്പാരിസൺ എന്ന് പറയുന്നത്. ചെറിയ കുട്ടികൾ തൊട്ട് നമ്മൾ എല്ലാവരിലും ചെയ്യുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള കമ്പാരിസൺ. ഒരു പക്ഷേ നമ്മുടെ കുട്ടിക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻലോസിന്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോഴാണ് ഈ കമ്പാരിസന്റെ ഏറ്റവും പീക്കായിട്ടുള്ള ഒരു വേർഷൻ നമ്മൾ കാണുക. അതായത് നമുക്ക് തടി കൂടി, നമുക്ക് നിറമില്ല, നമ്മൾ വയ്ക്കുന്ന ഭക്ഷണം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യും. അപ്പോ ഈ താരതമ്യം എന്ന് പറയുന്നത് ഇന്ന് എല്ലാ വീടുകളിലും, എന്ന് എനിക്ക് തോന്നുന്നു ഒരു വീട്ടിൽ പോലും ഇത് ഒഴിവാക്കുന്നില്ല എന്ന്. എല്ലാ വീടുകളിലും ഇത് സർവ്വസാധാരണമായി നടക്കുന്ന ഒരു കാര്യമാണെന്നാണ് ഞാൻ ഇപ്പോ ചിന്തിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ നിറത്തിന്റെ പേരിലുള്ള ഒരുപാട് കോലാഹലങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, നിറമും സൗന്ദര്യവും അതുപോലെ തന്നെ കാശായിക്കൊള്ളട്ടെ, ഇതെല്ലാം ഒരാളുടെ മാനദണ്ഡമാക്കുകയാണ്. വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്യണം. അയാൾക്ക് കൂടുതലാണ്, നിനക്കിതില്ല എന്ന് പറഞ്ഞ് നമ്മൾ വളരെയധികം ഒരാളെ ഹരാസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇൻലോസിന്റെ അടുത്ത് പോകുമ്പോഴാണ് നമുക്കിതിന്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു വേർഷൻ നമ്മൾ കാണാറുള്ളത്. അവർക്ക് നമ്മളെ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വലിയ ഹരമാണ് കേട്ടോ കിട്ടുക. എന്നാൽ അത് നേരിടുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു മുറിവ് തന്നെയാണ് അത് സമ്മാനിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളാണ് ആ സ്ഥാനത്തെങ്കിൽ, നിങ്ങളെയാണ് 4 പേർ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങളെ നന്നായി അപഹാസ്യരാക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം വേദനിക്കും. ഈ വേദന എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ തന്നെയല്ലേ? അത് ഒരാൾക്ക് കുറച്ച് കൂടുതലോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കുറച്ച് കുറവോ അങ്ങനെയൊന്നുമില്ല. വേദന, ഹൃദയത്തിന്റെ വേദന എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, നിനക്കൊരിക്കലും നന്നായി ഒരുങ്ങാൻ അറിയില്ല, അല്ലെങ്കിൽ നീ എന്തൊരു തടിയാണ്, എന്തൊരു മെലിഞ്ഞിട്ടാണ്, എന്ത് കറുപ്പാണ് നിന്നെ കാണാൻ, ഒട്ടും ഹൈറ്റ് ഇല്ല, എന്തൊരു തോട്ടിക്കോല് പോലെയാണ്, ഭക്ഷണം ഉണ്ടാക്കിയ വായിൽ വയ്ക്കാൻ കൊള്ളില്ല, അതുപോലെ കുട്ടികളെ നന്നായി നോക്കാൻ അറിയില്ല എന്ന് തുടങ്ങിയിട്ട് നിനക്ക് ഇരിക്കാനറിയില്ല, നടക്കാനറിയില്ല, നിൽക്കാനറിയില്ല, ചിരിക്കാനറിയില്ല, വർത്താനം പറയാനറിയില്ല, ഇങ്ങനെ ആ ലിസ്റ്റ് നീണ്ടു പോയിക്കൊണ്ടേയിരിക്കും. ഞാനിപ്പോ ഈ പറഞ്ഞതില് ഏതെങ്കിലും ഒന്ന് കേൾക്കാത്തവർ കുറവാണ് നമ്മുടെ കൂട്ടത്തിൽ. പറയുന്നവർക്ക് സന്തോഷമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നേട്ടങ്ങളോ ഒക്കെ ഉണ്ടാവാം. പക്ഷേ അത് കേൾക്കുന്നവരുടെ മനസ്സെന്ന് പറയുന്നത് എത്രത്തോളം വേദനിക്കുമെന്ന് നമ്മളൊക്കെ ഊഹിക്കുന്നതിനൊക്കെ അപ്പുറത്താണ്. ഒരാൾക്ക് ഒരിക്കലും ആ വേദനയിൽ നിന്ന് തിരിച്ചു വരാനാവാത്ത വണ്ണം ആ വേദന അവരുടെ ഉള്ളിൽ ഇങ്ങനെ നീറി പുകഞ്ഞുകൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ പെട്ടുപോവുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ഉള്ളില് ആഴത്തിലോട്ട് ഇങ്ങനെ ചെന്ന് പതിക്കാറാണ് കേട്ടോ പതിവ്. അതായത് നന്നായി ഒരുങ്ങാൻ അറിയുന്ന ഒരാൾക്ക് അയാളുടെ കോൺഫിഡൻസ് തന്നെ തകർക്കുന്ന വാക്കുകളായിരിക്കും അത്. അപ്പോ നിരന്തരമായ ആ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം നമുക്ക് ഒരുങ്ങാൻ അറിയില്ലെന്ന്. അതുപോലെ തന്നെയാണ് ചിലരൊക്കെ പൊതുവേദികളിലൊക്കെ നന്നായി സംസാരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ചിലവരോട് നമ്മള് കല്യാണം കഴിഞ്ഞൊക്കെ പോകുന്ന വീട്ടിൽ, ഓ നിന്റെ സംസാരം ഒട്ടും ശരിയല്ല, നിനക്ക് സംസാരിക്കാൻ അറിയില്ല എന്നിങ്ങനെ പറഞ്ഞ് ഡീമോട്ടിവേറ്റ് ചെയ്ത് പൊതുവേദികളിൽ പോയിട്ട് സ്വന്തം വീട്ടിൽ പോലും സംസാരിക്കാനുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടുള്ള പലരെയും എനിക്കറിയാം. ആ ഒരു സാഹചര്യത്തിൽ അവര് ഉൾവലിഞ്ഞു പോവുകയാണ്. എനിക്ക് കഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് ശരിക്കും ആ കഴിവുണ്ടായിരുന്നോ എന്ന് അവര് സെൽഫ് ഡൗട്ട് ചെയ്യുകയാണ്. ഇത് ഒരു അനുഭവമാണ് കേട്ടോ. പലതും നേരിട്ട് അനുഭവിച്ചതും അല്ലെങ്കിൽ പലരുടെയും കണ്ടിട്ടും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്ന ചെറിയ ഒരു അനുഭവമാണ്. നിങ്ങൾക്കിതിൽ നിന്ന് പുറത്തു കടക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ ആദ്യം ചിന്തിച്ചോളൂ, ഇത് നിങ്ങളുടെ തെറ്റല്ല, മറിച്ച് നിങ്ങളുടെ കൂടെയുള്ളവരുടെ തെറ്റാണ്. നിങ്ങൾക്ക് ചെയ്യാവുന്നത് അവരെ പൂർണ്ണമായും ഒഴിവാക്കുക എന്നതാണ്. മാത്രമല്ല അവരുടെ വാക്കുകളെ പൂർണ്ണമായും തള്ളിക്കളയുക എന്നതും മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിൽ നിന്നും പുറത്തു കടക്കാനുള്ള ഏക വഴി.
അപ്പോ ചിന്തിച്ചോളൂ എന്താണ് വേണ്ടതെന്ന്, എന്താണ് നിങ്ങൾക്ക് നല്ലതെന്ന്.